വങ്കനാട് ഇന്നുവരെ കാണാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലാണ്. ഒരു ഭാഗത്ത് മമതാ ബാനർജി ഭരണം നിലനിർത്താൻ ഇന്ത്യയിലെ തീപ്പൊരി വനിതാ നേതാവെന്നാണ് മമതാ ബാനർജിയെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുമെല്ലാം വിശേഷിപ്പിക്കുന്നത്. പക്ഷേ മമത വേർത്തൊലിക്കുന്ന കാഴ്ചയാണ് ബംഗാളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് മമതാ ബാനർജി ഭരണം നിലനിർത്താൻ പോരാടുമ്പോൾ മറുഭാഗത്ത് BJP ബംഗാളിലേക്ക് കടന്നു കയറാൻ മമതയുടെ അപ്രമാദിത്യം അവസാനിപ്പിച്ച് ബംഗാളിൽ ഭരണം പിടിക്കാൻ പോരാട്ടം നടത്തുകയാണ്. മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കി ബംഗാളിൽ മുഴുവൻ മണ്ഡലങ്ങളിലും ഉജ്ജ്വലമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷവും അരയും തലയും മുറക്കി ബംഗാളിൽ രംഗത്തുണ്ട്. ബംഗാളിന്റെ ഒരു സമഗ്ര ചിത്രം നമുക്ക് പരിശോധിക്കാം. ബംഗാൾ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ അവരുടെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ്. തൃണമൂൽ കോൺഗ്രസ് അത് ദേശീയ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലൊക്കെ ബംഗാൾ മാത്രമാണ് അവരുടെ അടിസ്ഥാന ഘടകം. ബംഗാളിൽ 35 വർഷം നീണ്ട CPM-ന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച് മമതാ ബാനർജി ബംഗാളിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ബംഗാളിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. CPM ബംഗാളിൽ ഏകാധിപതിയെ പോലെ അടക്കി ഭരിച്ച ബംഗാളിന്റെ മണ്ണിൽ ജനാധിപത്യത്തിന്റെ വസന്തം തീർക്കുമെന്ന് പറഞ്ഞ നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും CPM ഒരു ക്രൂരമായി വേട്ടയാടി അവരെ വെടിവെച്ചു കൊന്നപ്പോൾ ആ കർഷക സമരത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആർക്കും അതിനഭിപ്രായം ഉണ്ടാവില്ല. കാരണം കോൺഗ്രസിനോട് തെറ്റിപ്പിരിഞ്ഞാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നതെങ്കിലും ബംഗാളിലെ ഭരണത്തിലേക്ക് തൃണമൂലിന് വരാൻ സഹായിച്ചത് നന്ദിഗ്രാമിലും സിംഗൂരിലും നടത്തിയ കർഷക പോരാട്ടത്തിന്റെ മുൻനിര പ്രവർത്തനങ്ങൾ തന്നെയാണ്. എന്നാൽ അധികാരത്തിലേറിയപ്പോൾ മമത പഴയതെല്ലാം മറന്നു. CPM എന്താണോ ബംഗാളിൽ നടപ്പിലാക്കിയത് അതിന്റെ 100 ഇരട്ടിയാണ് ബംഗാളിൽ ഇപ്പോൾ മമത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളെ, അതായത് കോൺഗ്രസ് പ്രവർത്തകരെ, BJP പ്രവർത്തകരെ, CPM പ്രവർത്തകരെ എല്ലാവരെയും തെരഞ്ഞുപിടിച്ച് മമത വേട്ടയാടുകയാണ്. അത് മാത്രമല്ല, കോൺഗ്രസ് ടിക്കറ്റിൽ, CPM ടിക്കറ്റിൽ, BJP ടിക്കറ്റിൽ ജയിച്ചു വന്ന MLA-മാരെ ഭീഷണിപ്പെടുത്തി അവരുടെ രാഷ്ട്രീയം മാറ്റി അവരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേർക്കുകയാണ് മമതാ ബാനർജി. മമതയുടെ ഏകാധിപത്യം കൊടികുത്തി വാഴുന്ന ബംഗാളിൽ മമതയുടെ അപ്രമാദിത്വത്തിന് അവസാനം കുറിക്കാനാണ് അവിടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഒരു ഭാഗത്ത് സംസ്ഥാന അധികാരത്തിന്റെ എല്ലാ സുഖശീതളമയും അനുഭവിച്ചാണ് മമത ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ മറുഭാഗത്ത് വങ്കനാടിന്റെ മണ്ണിൽ താമര വിരിയിക്കാൻ, വങ്കനാടിന്റെ മണ്ണിൽ അധികാരം പിടിക്കാൻ, വങ്കനാടിന്റെ മണ്ണിൽ കാവ്യ പതാക പറപ്പിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ BJP, അവിടെ BJP പ്രചരണം നയിക്കുന്നത് ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, 2 ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ്, 3 BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാരെല്ലാം കളം നിറഞ്ഞ മമതയെ ഇത്തവണ ബംഗാളിന്റെ മണ്ണിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുമെന്ന് പറഞ്ഞാണ് BJPയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പരാജയപ്പെട്ട വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ BJP രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നുണ്ട്. അതായത് BJP പറയുന്നത് ബംഗാളിൽ അടക്കം വനിതകളെ വഞ്ചിച്ച ഒരു സർക്കാരാണുള്ളത്, അവർക്ക് തിരിച്ചടി നൽകാൻ ഈ നാട്ടിലെ സഹോദരിമാർ രംഗത്ത് വരണമെന്ന് പറഞ്ഞാണ് BJP വോട്ട് പിടിക്കുന്നത്. മറുഭാഗത്ത് ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് വോട്ട് പിടിക്കാൻ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി ശ്രമിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പശ്ചിമ ബംഗാൾ സർക്കാരിനെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്നതിന്റെ നിരവധിയായ ഉദാഹരണങ്ങൾ ബംഗാളിൽ കണ്ടു. അത് മാത്രമല്ല, SIR ഉപയോഗപ്പെടുത്തി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒന്നടങ്കം വെട്ടിമാറ്റിയാണ് തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുത്താൻ BJP ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നവയാണ് BJP എന്ന് പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ തനിക്ക് അനുകൂലമാക്കി എൻ ബ്ലോക്കായി തൃണമൂൽ കോൺഗ്രസിന്റെ അനുകൂലമാക്കി മാറ്റാൻ മമത ശ്രമിക്കുന്നു. BJPയും മമതാ ബാനർജിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം തന്നെയാണ് ബംഗാളിൽ നടക്കുന്നത്. പക്ഷേ ബംഗാളിൽ ഇത് ഒരു ഇരുവരും തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, ചതുഷ്കോണ മത്സരമാണ് ഇത്തവണ. ഒരു ഭാഗത്ത് കോൺഗ്രസ് നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. മുൻ ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും DK ശിവകുമാറും അടക്കമുള്ള കോൺഗ്രസിന്റെ 1ാം നിര 2ാം നിര ദേശീയ നേതാക്കന്മാരെല്ലാം ബംഗാളിൽ കളയിൽ നിറഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയൊന്നും കോൺഗ്രസില്ല. പക്ഷേ 30 മുതൽ 40 വരെ സീറ്റ് നേടിയാൽ അത് മമതാ ബാനർജിയുടെ മുഖത്ത് നൽകുന്ന അടിയായിരിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് തർക്കമില്ല. മറ്റൊന്ന് ഇടത് രാഷ്ട്രീയ പാർട്ടികളാണ്. CPM-ഉം CPI-യും RSPയും ഫോർവേഡ് ബ്ലോക്കും SUCയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കളം നിറഞ്ഞ് അവിടെ ഒരമ്മ പെറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുകയാണ്. അവരുടെയും ശത്രു മമതാ ബാനർജി തന്നെയാണ്. മമതാ ബാനർജിയുടെ ഏകാധിപത്യ വാഴ്ചയിൽ CPM-ന്റെ പ്രവർത്തകന്മാർ അടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ മമതയുടെ ഏകാധിപത്യം ബംഗാളിൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കളയിൽ നിറയുന്നത്. പക്ഷേ നേർക്കുനേർ പോരാട്ടം മമതയും BJPയും തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലാണ്. ആര് വാഴും ആര് വീഴുമെന്ന് നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് നേരിയ എഡ്ജ് ഇപ്പോൾ ബംഗാളിലുള്ളത് BJPക്ക് തന്നെ എന്നാണ്.